ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഏപ്രിൽ 19 ഞായറാഴ്ചയാണ് അക്ഷയതൃതീയ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയയിൽ വരുന്ന ദിവസമാണ് നമ്മൾ അക്ഷയതൃതീയയായിട്ട് ആഘോഷിക്കുന്നത്. അക്ഷയം എന്നാൽ ക്ഷയമില്ലാത്തത്, തൃതീയ എന്നാൽ മൂന്നാമത്തെ ദിവസം, പ്രഥമ ആദ്യത്തെ ദിവസം, ദ്വിതീയ രണ്ടാമത്തേത്, തൃതീയ മൂന്നാമത്തെ ദിവസം. സൂര്യനും ചന്ദ്രനും ഒരുപോലെ പ്രഭാവമുള്ള ദിവസമായതിനാൽ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഇന്നേ ദിവസം ഉത്തമമാണ്. ഈ ദിവസം ചെയ്യുന്ന ഏത് സത്കർമ്മങ്ങൾക്കും 10 മടങ്ങ് ഫലമാണ് കിട്ടുക. ദാനധർമാദികൾക്ക് വളരെ വളരെ ശ്രേഷ്ഠമാണ്. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്നാണ് പറയുന്നത്. അർഹതയുള്ളവർക്ക് വേണം ദാനം ചെയ്യാൻ, എന്നാലേ അതിൻ്റെ പുണ്യം ലഭിക്കുള്ളൂ. പുരാണങ്ങൾ നോക്കിയാൽ നിരവധി പ്രത്യേകതകളുണ്ട്. ഈ ദിവസം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമ ജയന്തി ഈ ദിവസമാണ്. അതുപോലെ ബലരാമ ജയന്തിയും ഈ ദിവസം തന്നെയാണ്. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സഹപാഠിയായ സുദാമാവിന്, അതായത് കുചേലന്, സകല സമ്പത്തും നൽകി അനുഗ്രഹിച്ച ദിവസം ഈ അക്ഷയതൃതീയ ദിവസമാണ്. പിന്നെ ശങ്കരാചാര്യസ്വാമി കനകധാരാ സ്തോത്രം രചിച്ച് അത് ചൊല്ലി സ്വർണ്ണ നെല്ലിക്ക മഴയായി വർഷിച്ചു. അതൊക്കെ നമുക്കറിയാം, അതിൻ്റെ ഐതിഹ്യത്തിലോട്ട് കടക്കുന്നില്ല. അതും ഈ ദിവസമായിട്ടാണ് കരുതപ്പെടുന്നത്. പിന്നെ പൗരാണിക വിശ്വാസപ്രകാരം ഗംഗയുടെ ഉത്ഭവം, ഗംഗ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസം ഈ ദിവസമാണ്. അതുപോലെ ഭഗവാൻ വേദവ്യാസൻ മഹാഭാരതം എഴുതി തുടങ്ങിയ ദിവസം ഈ ദിവസമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ പഞ്ചപാണ്ഡവർക്ക് സൂര്യഭഗവാനിൽ നിന്നും അക്ഷയപാത്രം ലഭിച്ചതും ഈ അക്ഷയതൃതീയ ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായ പ്രാധാന്യമർഹിക്കുന്ന ദിവസമാണ് ഈ അക്ഷയതൃതീയ ദിവസം. അതുകൊണ്ട് നമ്മൾ സാധിക്കുന്നവർക്കൊക്കെ വ്രതമനുഷ്ഠിച്ച് ഭഗവാന്റെ നാമങ്ങൾ ധാരാളം ജപിക്കാനും എന്തൊക്കെ സത്കർമ്മങ്ങൾ നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുന്നു അതൊക്കെ അനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന് നമുക്ക് പാത്രീഭൂതരാകാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. ഹരി.